അസേർഷൻ ആൻഡ് റീസൺ. നമ്മുടെ USS എക്സാം, അതായത് CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ്, അല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ ആൻഡ് റീസൺ, പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങൾ. അതെങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ അസേർഷൻ റീസൺ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സെറ്റ് ആക്കണം, എങ്ങനെ ക്രാക്ക് ചെയ്യണം എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അസേർഷൻ റീസണെ പറ്റിയുള്ള ഡീറ്റെയിൽസ് മാത്രമല്ല, USS എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം കോണ്ടന്റ്സ് നമുക്ക് ഈ ഒരു ചാനൽ ലഭിക്കുന്നതായിരിക്കും. സോ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് സെഡ്, ഒരു പ്രസ്താവനയായിരിക്കും. എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും, എന്തോ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ശരിയാണോ നോക്കണം, അത് ശരിയാണോ, അതുപോലെ തന്നെ അതിൻ്റെ റീസൺ, ആ കാര്യത്തിന് വേണ്ടിയുള്ള റീസൺ. അടുത്തത് ട്രൂ ആണോ എന്നല്ല ചോദ്യം ഉണ്ടാവുക, അതിൻ്റെ റീസൺ കറക്റ്റ് ആണോ, വൈ ഇറ്റ് ഈസ് സെഡ്, എന്തുകൊണ്ട് അത് പറഞ്ഞു, ഓക്കെ, അതിൻ്റെ കാരണമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഇത് രണ്ടും ശരിയാണെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഇത് രണ്ടും ശരിയാണ് പക്ഷെ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഒക്കെ പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ പോവാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. അസേർഷൻ ഒരു പ്രസ്താവനയാണ്. എ ഗുഡ് ടൈം ടേബിൾ ഹെൽപ്പ് സ്റ്റുഡൻസ് മാനേജ് ദ സ്റ്റഡീസ് ബെറ്റർ. നല്ലൊരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ, നമ്മൾ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്, നല്ല ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനമൊക്കെ കുറച്ചുകൂടി അടിപൊളിയാക്കാൻ പറ്റും. അതൊരു പ്രസ്താവന. അതിൻ്റെ കാരണം പറയാണ്, എ ടൈം ടേബിൾ അലൗസ് സ്റ്റുഡൻസ് ടു പ്ലാൻ ടൈം ഫോർ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ്. ടൈം ടേബിൾ കുട്ടികൾക്ക് അലൗ ചെയ്യുന്നു, അവർക്ക് അനുവദിക്കുന്നു അവരുടെ പല സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ ആക്ടിവിറ്റികളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി അസേർഷൻ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു അസേർഷൻ ആണ്. അസേർഷൻ ട്രൂ ആണ്. അതുപോലെ തന്നെ റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ 4 ഓപ്ഷൻസിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക? ബോത്ത് എ ആൻഡ് ആർ ദ ട്രൂ, രണ്ടും ട്രൂ ആണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാവരും കരുതുന്നുണ്ടാവുക അതാണ്, ദാറ്റ്സ് ആക്ച്വലി കറക്റ്റ് ആൻസർ. പക്ഷെ നമ്മൾ മറ്റുള്ള ഓപ്ഷൻസ് കൂടി ചെക്ക് ചെയ്യാം. എയും ആറും ട്രൂ ആണ്, പക്ഷേ ആർ എന്തല്ല അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഇതാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ സി പറഞ്ഞത് എ ട്രൂ ആണ് പക്ഷേ ആറ് ഫോൾസ് ആണെന്ന് പറയാം. ഡി പറയുന്നത് എ ഫോൾസ് ആണ്, ആറ് ട്രൂ, നേരെ തിരിച്ചും പറയാൻ പറ്റും. ഇത് നമ്മൾ ചെയ്തല്ലോ. ഇത് അടുത്തൊരു എക്സാമ്പിൾ കൂടി നമ്മൾ ചെയ്യാൻ പോവാണ്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസർ വരുന്ന. ഞാൻ ആൻസർ പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്താക്കുക, ആൻസർ ഒന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കുക. ലാസ്റ്റ് എക്സ്ട്രാ നിങ്ങൾക്കൊരു പ്രാക്ടീസിന് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വിടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ ആണ്. ഓൾ ലീഡേഴ്സ് ആർ ബോൺ വിത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. എല്ലാ ലീഡേഴ്സും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അതാണ് പ്രസ്താവന. നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് ശരിയാണോ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ലീഡർഷിപ്പ് സ്കിൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ്. ലീഡർഷിപ്പ് സ്കില്ലുകളൊക്കെ, അതായത് നേതൃത്വത്തിനുള്ള കഴിവുകളൊക്കെ, അതിൻ്റെ സ്കില്ലുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഏതിലൂടെ? എക്സ്പീരിയൻസിലൂടെയും ലേണിങ്ങിലൂടെയൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് മൈൻഡിൽ ആലോചിച്ച് നോക്കുക. ഞാൻ ആൻസർ പറയാൻ പോവാണ്. യെസ്, ലീഡേഴ്സ് എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ ലീഡർഷിപ്പ് ആ ഒരു സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് എ എന്നുള്ളത് ഫോൾസ് ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. എ എന്നുള്ളത് ഫോൾസ് ആണ്, അതായത് അസേർഷൻ ഫോൾസ് ആണ്, പക്ഷേ 6 ട്രൂ ആണ് എന്നുള്ള ഡി ആണ് അതിൻ്റെ ആൻസർ. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. ആൻഡ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് നമുക്ക് ചെയ്ത് നോക്കാം. അസേർഷൻ ഇതാണ്. മോർണിംഗ് വാക്സ് ആർ ഗുഡ് ഫോർ ഹെൽത്ത്. രാവിലെ നടക്കാൻ ഇറങ്ങുന്നതേ നമ്മുടെ ഹെൽത്തിന് ഗുഡാണ്, അടിപൊളിയാണ്, നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റീസൺ നോക്കിക്കോ. അതിൻ്റെ കാരണം പറയുകയാണെ, മെനി പീപ്പിൾ പ്രിഫർ വാക്കിംഗ് ഇൻ ദ മോർണിംഗ്. കുറേ ആൾക്കാർ എന്താക്കുന്നുണ്ട്? രാവിലെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളത്. ഞാൻ ആൻസർ പറയാൻ പോവാണ്. രാവിലെ നടക്കാൻ പോകുന്നത് ഹെൽത്തിന് നല്ലതാണ്, കറക്റ്റാണ്. ആ ഹെൽത്തിന് നല്ലതാവാനുള്ള കാരണം എന്താണ്? കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്, ധാരാളം ആൾക്കാർ നടക്കുന്നത് കൊണ്ടാണ് അത് ഹെൽത്തിന്. അങ്ങനെയുണ്ടോ? അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ തെറ്റല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ റീസൺ തെറ്റല്ലേ? അപ്പോൾ എയും ആറും ട്രൂ ആണ്, പക്ഷേ എന്തല്ല അതിൻ്റെ ആർ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അതിൻ്റെ ആൻസർ ഏതാണ്? ബി ആണ്. സോ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്താക്കുക? നിങ്ങൾ അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അതിന് മുൻപ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ധ്രുവ ഇനി വരുന്ന USS എക്സാം 2026 USS എക്സാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ബാച്ച് ഉണ്ട്, നമ്മുടെ ധ്രുവ ബാച്ച്. അതിൻ്റെ QR കോഡാണ്. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്രീ ബാച്ചാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും അറിയിച്ചു കൊടുക്കുക. അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഗൂഗിൾ സ്കാനറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? സ്കാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരു ഡിവൈസിൽ നിന്ന് അങ്ങനെ സ്കാൻ ചെയ്താലും മതി. ഓക്കെ. അപ്പോൾ രണ്ടാമതൊരു കാര്യം, നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച്. ആക്ച്വലി നമ്മുടെ പുതിയ ബാച്ചാണ്.
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബാച്ചിൽ അതിൻ്റെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കൊണ്ട് നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. എന്തിനാ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ, സ്ലൈഡ് നോട്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, പോളറ്റാക്ക് തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചാണ്. മോഡൽ എക്സാം ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ 9995400800 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നമ്മൾ സൈലം ലേണിംഗ് അടിച്ചു കൊടുത്താൽ വരുന്ന ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈസിയാണ്. നമുക്ക് ഇനിയുള്ള ദിവസം അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. ഈ ഒരു 15% ഓഫർ ഉള്ളത് ഏറ്റവും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന പുതിയ ബാച്ച് ആയതുകൊണ്ട് അതിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സോ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യന് മുമ്പ് ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനലാണ്. ഡെയിലി നിങ്ങൾക്ക് USSൻ്റെ ക്വസ്റ്റ്യൻ തന്നാലോ, പോൾ ക്വസ്റ്റ്യൻസ് ഈ വാട്സപ്പ് ചാനൽ ഉണ്ടായിരിക്കും. ജസ്റ്റ് സ്കാൻ ചെയ്ത് ഫ്രീ ആണ്, ഇതും ഫ്രീ. ഓക്കെ, ജസ്റ്റ് സ്കാൻ ചെയ്ത് ഈ ഒരു വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്തിട്ടാൽ മതി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈബ്രറീസ് ആർ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ എഡ്യൂക്കേഷൻ. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ലൈബ്രറിക്ക് വളരെ മികച്ച ഒരു പങ്കുണ്ട്. ആൻഡ് അതിൻ്റെ റീസൺ എക്സ്പ്ലനേഷൻ പറയാണ്. ലൈബ്രറീസ് ആർ ക്വയറ്റ് പ്ലേസസ്. ലൈബ്രറീസ് എന്ന് പറയുന്നത് ഭയങ്കര നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ. രണ്ടും ശരിയാണ്. ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ഫോർ എ എന്ന് പറയുന്നുണ്ട്. അടുത്തൊരു ആൻസർ ബോത്ത് എ ആൻഡ് ആർ ട്രൂ. രണ്ടും ട്രൂ ആണ്. ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ എന്ന് പറയുന്നുണ്ട്. ആൻഡ് എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ് എന്ന് പറയുന്നുണ്ട്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ധാരാളം സെഗ്മെൻറ്റുകൾ നമ്മുടെ USSലുണ്ട് ഇംഗ്ലീഷിൻ്റെ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫ് എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ അത് റിലേറ്റഡ് ആയിരിക്കും. സോ മിസ് ചെയ്യാതിരിക്കുക. നമുക്ക് ഇനിയും ഇതുപോലത്തെ ധാരാളം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു. ബൈ.